അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇറച്ചിച്ചോറാണ്. ബീഫ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറ്. നോമ്പ് കാലത്ത് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് പതിവാണെന്ന് പറഞ്ഞാൽ എന്നും ഉണ്ടാക്കുന്നത് എന്നല്ല, ഇടയ്ക്കെല്ലാം ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ബീഫാണ് നല്ലത്. ഞാൻ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചിക്കനെ കൊണ്ടും ചെയ്യാം. ഞാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. നല്ല മഞ്ഞ കളർ വേണം. അപ്പോൾ നമുക്ക് ഇറച്ചിയിലും ചോറിലും എല്ലാം മഞ്ഞൾപ്പൊടി ചേർക്കണം. 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. ഇതിലേക്ക് ഇഞ്ചി, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മറ്റ് മസാലകൾ ചേർക്കണം. ഉള്ളി, പച്ചമുളക്, തക്കാളി, 2 ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്, 2 തക്കാളി, 4 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് കുറച്ച് സമയം വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാൽ മതി. നന്നായിട്ട് കുഴച്ച് വെക്കുക. എന്നിട്ട് ഇത് നമുക്ക് കുക്കറിൽ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ബീഫാണ്, കുറച്ച് സമയം വേവണം. ഒരു 15 മിനിറ്റെങ്കിലും കുക്കറിൽ വേവേണ്ടി വരും. ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കണം, അത് വിട്ടുപോയി. നമുക്കൊരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. എന്നിട്ടിത് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറുണ്ടാക്കണം. അതിനു വേണ്ടി 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ എന്ന് പറഞ്ഞാൽ 2 കപ്പ് അരി. 2 കപ്പ് അരി 1/2 കിലോ ആണ്. 1/2 കിലോ അരി, 1/2 കിലോ ഇറച്ചിയും 1/2 കിലോ അരിയും. ഇത് കൈമ അരിയാണ്, കൈമ റൈസ്, ജീരകശാല റൈസ്. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കണം. ഓയിലും ഗീയും. 1/2 കപ്പ് ഓയിൽ ഒഴിക്കുന്നു. 1/2 കപ്പ് ഓയിലും 1/4 കപ്പ് നെയ്യും ഒഴിക്കണം. ഇറച്ചി ചോറിന് നല്ലോണം നെയ്യ് വേണം, എന്നാലാണ് ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും പിന്നെ സ്പൈസസും, പട്ട, ഗ്രാമ്പു, ഏലക്കായ് ചേർത്ത് ഒന്ന് ചെറുതായി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. അതിന് മുമ്പ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ചോറിന് നല്ല കളറ് കിട്ടണം, നല്ല മഞ്ഞ കളർ വേണം ഇറച്ചി ചോറിന്. ഇതിലേക്ക് നമുക്ക് വെന്ത ഇറച്ചിയും വെള്ളവും എല്ലാം കൂടി ചേർത്ത് ഒഴിക്കണം. ആദ്യം ഇതിൽ 1 കപ്പ് വെള്ളം ഉണ്ടാവും. 1 കപ്പ് വെള്ളമാണ് ഞാൻ അളന്നിട്ട് എനിക്ക് കിട്ടിയത്. 1 കപ്പ് വെള്ളം. അപ്പം 2 കപ്പ് അരിക്ക് നമുക്ക് 4 കപ്പ് വെള്ളം വേണം. 1 കപ്പ് മസാലയുള്ള വെള്ളവും 3 കപ്പ് എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 കപ്പ് വെള്ളമായി. ഇനി ഇതിലേക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ചേർത്ത് ഇറച്ചിയും അരിയും കൂടെ ഒന്നുകൂടെ ഒരുമിച്ചങ്ങ് വേവിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല വീണ്ടും ചേർത്തു. പിന്നെ ചെറുനാരങ്ങ നീരൊഴിച്ചു. കുറച്ച് മല്ലിച്ചപ്പും ചേർത്തു. ആവശ്യത്തിന്, പോരാത്തതിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ മസാലയിൽ ഉപ്പുണ്ട്, അത് മതിയാവില്ല. 1 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കുക. ഇനി ഇത് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് അരി കഴുകി ഊറ്റി ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ചൊന്ന് വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് വേവിച്ചെടുക്കണം. വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞു. തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്.
മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ എത്രത്തോളം നമുക്ക് തീ കുറച്ച് വെക്കാൻ പറ്റുമോ അത്രയും കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറേ സമയം അങ്ങനെ വെച്ചാൽ നമുക്ക് പാകമായി വെന്ത് കിട്ടും. കറക്റ്റായ വേവ് കിട്ടും, അടിയിലൊന്നും പിടിക്കില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യണം. വെക്കാൻ മാത്രമല്ല, നമ്മൾ വിളമ്പാനും പഠിക്കണം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്, അവസാനം വരെ കാണണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് ചിക്കൻ ചേർത്തുണ്ടാക്കാം. ചിക്കൻ ചേർത്തുണ്ടാക്കുമ്പോൾ നമ്മൾ ഇറച്ചി ആദ്യം വേവിക്കേണ്ട ആവശ്യമില്ല. ഇറച്ചിയും അരിയും എല്ലാം ഒരുമിച്ച് ചേർത്ത് വേവിക്കാം. ചിക്കനും അരിക്കും ഒരേ വേവാണ്, അതുകൊണ്ട് അത് രണ്ടും ഒരുമിച്ച് ചേർത്ത് വേവിക്കാം. അത് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. അത് ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കാം. ഈ ഇറച്ചിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.